എല്ലാം തീർന്നെന്ന് തോന്നുന്ന നിമിഷങ്ങൾ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളാണിത്. എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു പോയി എന്ന് തോന്നുന്ന സമയങ്ങൾ, നമ്മളെ ആരും സഹായിക്കാനില്ല, ആരോടും സഹായം ചോദിക്കാനില്ല. നമ്മുടെ ഒരു പറ്റം വേദനകളുടെ നടുക്ക് നമ്മൾ തനിയാവുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ, നമ്മുടെ പരാതികൾ, നമ്മുടെ വേദനകൾ മാത്രം. പലപ്പോഴും പുറമേ നോക്കുമ്പോൾ അത്ര ഭീകരമല്ലെങ്കിലും നമ്മുടെ എല്ലാം ഉള്ളിൽ നമുക്ക് പലപ്പോഴും വേദന കാണും. നമുക്ക് ജീവിതത്തിലൊരു ദിശാബോധം കിട്ടുന്നില്ല, ഒരു ഡയറക്ഷൻ കിട്ടുന്നില്ല. അലസമായിട്ടിരുന്നും വെറുതെ ഇരുന്നുമെല്ലാം ജീവിതം ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ്. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു, ഞാനിങ്ങനെ ലോകത്തിൻ്റെ ഒരറ്റത്ത്. ഇങ്ങനെയെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ വേക്കപ്പ് കോൾ. ദിസ് ഈസ് യുവർ വേക്കപ്പ് കോൾ. ദിസ് ഈസ് യുവർ വേക്കപ്പ് കോൾ. ബുദ്ധ പറയുന്നുണ്ട്, നോ മാറ്റർ ഹൗ ഹാർഡ് ദ പാസ്റ്റ് ഈസ്, യു ക്യാൻ ഓൾവേസ് ബിഗിൻ. നിങ്ങളുടെ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം തെറ്റുകൾ ഉണ്ടായിക്കോട്ടെ, പല തോൽവികളും ഉണ്ടായിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാം. നമ്മളെ തന്നെ വിധിക്കാതെ, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാതെ നമ്മുടെ പാസ്റ്റ് നമ്മൾ മാറ്റി നിർത്തണം. നമ്മുടെ പാസ്റ്റിലെ മിസ്റ്റേക്സും ഫെയിലിയേഴ്സും എല്ലാം നമ്മൾ മാറ്റി നിർത്തണം. യു ഹാവ് ടു കംപ്ലീറ്റ്ലി ലീവ് ദാറ്റ് ബിഹൈൻഡ്. ഒരു ബ്ലാങ്ക് സ്ലേറ്റായിട്ട് നമ്മൾ വീണ്ടും തുടങ്ങണം. ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മൾ പാസ്റ്റിൽ നിന്ന് മുമ്പിലോട്ട് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകാവൂ, ഒരു വലിയ ഹൃദയം, ദ സ്ട്രോങ്ങർ മൈൻഡ് ടു ഫേസ് തിങ്സ്. ബാക്കി എല്ലാം പുറകിൽ വിടുക. അതാണ് കറേജ്, അതാണ് ധൈര്യം. അതിനാണ് ഈ ജീവിതം നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ ജീവിതം വേസ്റ്റ് ചെയ്യുകയായിരുന്നു, സമയം നഷ്ടപ്പെടുത്തിയായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ വേക്കപ്പ് കോൾ. വേറെ ആരും വരില്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, വേറെ ആരും വരില്ല നിങ്ങളുടെ ജീവിതം മാറ്റാൻ. നിങ്ങളാണ് ജീവിതം മാറ്റേണ്ടത്. 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട്, ഗോ ബാക്ക് ഇൻ ടു യുവർ സെൽഫ്. ലിയോ ടോൾസ്റ്റോയ് പറയുന്നുണ്ട്, എവ്രി വൺ തിങ്സ് ഓഫ് ചേഞ്ചിങ് ദ വേൾഡ് ബട്ട് നോ വൺ തിങ്സ് ഓഫ് ചേഞ്ചിങ് ഹിംസെൽഫ്. എല്ലാവരും ലോകം മാറ്റാനും ചുറ്റുമുള്ളതെല്ലാം മാറ്റാനുമാണ് നോക്കുന്നത്. ആരും അവനവനെ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നില്ല. നമ്മളോട് തന്നെ മിണ്ടുക, നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യുക. നമ്മുടെ ഉള്ളിലെ ലോകം മാറണം. നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട് ശരിക്കും ചില ഡീപ്പായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുക. എന്താണ് എനിക്ക് ശരിക്കും വേണ്ടത്? എന്താണ് എൻ്റെ ഈ ജീവിതം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് എന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇങ്ങനൊരു ജീവിതം തന്നെയാണോ ഒരു 10 വർഷം കഴിയുമ്പോൾ, ഒരു 20 വർഷം കഴിയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഇനിയുള്ള എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്താണ് മാറ്റേണ്ടത്? ഞാൻ എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അത് പറ്റാതിരിക്കാൻ എന്നെ ബ്ലോക്ക് ചെയ്യുന്നത് എന്താണ്? ചേഞ്ചസ് സ്റ്റാർട്ട്സ് ഫ്രം വിത്തിൻ. നമ്മുടെ ഉള്ളിൽ നിന്നാണ് മാറ്റങ്ങൾ തുടങ്ങുന്നത്. ഈ പെർസ്പെക്റ്റീവ്സ് റൈറ്റായി സെറ്റ് ചെയ്യുക. ഗോ ബാക്ക് ഇൻ ടു യുവർ സെൽഫ്. രണ്ടാമതായിട്ട്, ടേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. എല്ലാ മാറ്റങ്ങളും ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. റോമ സാമ്രാജ്യം പണിതുയർത്തിയത് ഒരു ദിവസത്തിലല്ല. അത് ഒരു ദിവസം കൊണ്ട് നമ്മൾ പണിതുയർത്താൻ ശ്രമിക്കരുത്. പക്ഷേ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു കല്ല് അത് നമ്മൾ ഇന്ന് വെക്കണം. നമ്മുടെ എൻവയോൺമെൻറ്റ് മാറ്റുക, നമ്മുടെ ഹാബിറ്റ്സ് മാറ്റുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗീവപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ആദ്യത്തെ 7 ദിവസങ്ങളിലാണ്. അത് മെഡിറ്റേറ്റ് ചെയ്യുന്ന ശീലം തുടങ്ങാനാണോ, ജിമ്മിൽ പോകുന്ന ശീലം തുടങ്ങാനാണോ, അല്ലെങ്കിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണോ, ഒരു പുതിയ സ്കില്ല് നേടിയെടുക്കാനാണോ? ആദ്യത്തെ കുറച്ച് ദിവസങ്ങളാണ് ഏറ്റവും കഷ്ടപ്പാട്, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട്. നമ്മുടെ വിചാരം നമ്മളൊരു ദിവസം കൊണ്ട് നമ്മളൊരു തീരുമാനം എടുത്തുകൊണ്ട് എല്ലാം മാറുമെന്നാണ്. അങ്ങനെ സംഭവിക്കില്ല. വി ഹാവ് ടു ടേക്ക് സ്മോൾ സ്റ്റെപ്സ്. നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് റൈറ്റ് ലെവലിൽ വെക്കുക. എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ വലിയൊരു മനുഷ്യനാവില്ല, പുതിയൊരു മനുഷ്യനാവില്ല. ബട്ട് യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ടുഡേ. 2 ദിവസം കഴിഞ്ഞ് നിർത്തരുത്, 5 ദിവസം കഴിഞ്ഞ് നിർത്തരുത്, ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിർത്തരുത്. ഇഫ് യു വാണ്ട് ടു റീച്ച് ടിൽ ദി എൻഡ്, യു ഹാവ് ടു കീപ് ഗോയിങ്. കൺസിസ്റ്റൻസി, ടേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. മൂന്നാമതായിട്ട്, ലീവ് യുവർ സേഫ് ഷെൽ. നമ്മുടെ ചെറിയ ലോകത്തിൽ നമ്മൾ വളരില്ല. നമ്മൾ ലോകം കാണണം, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം, എക്സ്പ്ലോർ ചെയ്യണം. ആൻഡ്രേ ഗൈഡ് പറയുന്നുണ്ട്, മാൻ cannot ഡിസ്കവർ ന്യൂ ഓഷ്യൻസ് അൺലെസ് ഹി ഹാസ് ദ കറേജ് ടു ലൂസ് സൈറ്റ് ഓഫ് ദി ഷോർ. കരയിലിരുന്നു കൊണ്ട് ഒരു മനുഷ്യനും പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിക്കില്ല, പുതിയ നാട് കണ്ടുപിടിക്കില്ല. ആ കര വിട്ട് നമ്മൾ ഇറങ്ങണം. ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, പുതിയ കാര്യങ്ങൾ അറിയുക, പുതിയ ലോകങ്ങൾ നേടിയെടുക്കുക. നമ്മൾക്ക് വേണ്ടത് അറിവാണ്. എൻ്റെ സാധ്യതകളുടെയും എനിക്ക് പറ്റാവുന്നതിൻ്റെ എല്ലാം ഒരു ഡെപ്ത്, ആ ഒരു വലുപ്പം നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. വായിക്കുക, പഠിക്കുക, അണ്ടർസ്റ്റാൻഡ്, ചിന്തിക്കുക, പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ലീവ് യുവർ കംഫർട്ട് സോൺ. നമ്മളാ നിൽക്കുന്ന നമ്മുടെ സേഫ് സ്പേസിന്, നമ്മുടെ കൊച്ചു ലോകത്തിന് പുറത്തിറങ്ങുക. ട്രൈ ഔട്ട് ന്യൂ തിങ്സ്. ആ ഒരു എക്സ്ട്രാ എഫോർട്ട്, ബാക്കി ആരും ഇടാത്ത ആ ഒരു എക്സ്ട്രാ എഫോർട്ട് നിങ്ങൾക്കിടാൻ പറ്റും. നിങ്ങളുടെ മുമ്പിൽ 2 വഴികൾ നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഏതാണ് വേണ്ടത്? റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത് പോലെ ആ ഒരു തീരുമാനമാണ് എല്ലാ മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നത്.
യുവർ ഡിസിഷൻ വിൽ മേക്ക് ദ ചേഞ്ച്. ജീവിതത്തിൽ ഒട്ടും എനർജി ഫീൽ ചെയ്യുന്നില്ല, ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യാണ്. ജീവിതത്തിൽ എന്ത് സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും ഒരു ജീവനില്ലാത്ത അവസ്ഥ, ഒരു കോൺഫിഡൻസ് ഇല്ല, ഒന്നും ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ല, ആഗ്രഹമില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ ചെറുതായിട്ട് നിൽക്കുകയാണ്, നമ്മൾ എല്ലാവർക്കും താഴെയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. നമ്മൾ എപ്പോഴെല്ലാം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്താലും അവരെല്ലാം ജീവിക്കുന്നത് നമ്മളെക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതമാണ്. ദേ ആർ ഓൾവേസ് ബെറ്റർ. എത്ര ശ്രമിച്ചിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു മനുഷ്യനാവാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊരു ചിന്ത നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നമ്മളത് മാറ്റും. നമ്മൾ പുതിയ കണ്ണിലൂടെ കാര്യങ്ങൾ കാണാനായിട്ട് തുടങ്ങും, കാര്യങ്ങളെ റൈറ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ വെക്കാനായിട്ട് തുടങ്ങും. നമുക്കൊരു പുതിയ മനുഷ്യനാവണം, നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് മാറും. നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ ഇതെല്ലാം സംഭവിക്കാൻ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ആറ്റിറ്റ്യൂഡ്. ഈയിടയ്ക്ക് എമി ഓർഡർ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു കുറിപ്പ് വായിക്കാനായിട്ട് ഇടയായി. ഇവർ ഒരു വിമാനയാത്രയ്ക്ക് പോവുകയാണ്. വളരെ ധൃതി പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി യാത്ര ചെയ്താണ് ഈ വിമാനത്താവളത്തിൽ എത്തുന്നത്. അവിടെ ക്യൂവിൽ നിൽക്കുകയാണ് ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്യാനായിട്ട്. എയർലൈൻ റെപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ടിക്കറ്റ് വാങ്ങി അത് സീലടിച്ച് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ എയർലൈൻ അറ്റൻഡന്റ് എമി ഓർഡറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഹേ ഹൗ ഈസ് യുവർ ഡേ, ഹോപ്പ് എവറിത്തിങ് ഈസ് ഗുഡ് എന്ന്. ഫൈൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഹൗ ഈസ് യുവർ ഡേ എന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഗുഡ്, നത്തിങ് ടു കംപ്ലൈൻ എന്നായിരുന്നു റിപ്ലൈ. എമി ഓർഡർ പിന്നീട് ഇവർ ഒരിക്കൽ കൂടി കാണാനായിട്ടിടയായി. അന്ന് എമി ഓർഡർ ഇവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞത്, നത്തിങ് ടു കംപ്ലൈൻ എന്നും. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ജീവിതത്തിൽ എല്ലാ മനുഷ്യനും എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. നമ്മൾ ഒരിക്കലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുന്ന, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്ന ഒരു ജീവിയല്ല. പക്ഷേ അതിനെക്കുറിച്ചെല്ലാം പരാതി പറഞ്ഞതുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല, കൂടുതൽ നഷ്ടപ്പെടാനേ ഉള്ളൂ. ദർ ഇസ് നോ യൂസ് ഇൻ കംപ്ലൈനിങ്, ഇറ്റ് ജസ്റ്റ് മേക്സ് തിങ്സ് വേഴ്സ്. നമ്മൾ ജീവിതത്തിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല, പല സാഹചര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിഷമിക്കുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കുന്നത് നമ്മൾ ആദ്യം നിർത്തണം. അത് സംഭവിക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും ജീവിതം ഇങ്ങനെയാണ് പോകുന്നത്, ഇവൻറ്റ് പ്ലസ് റെസ്പോൺസ് ഈസ് ഈക്വൽ ടു ഔട്ട്കം. ഇതിൽ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ എങ്ങനെ ഒരു കാര്യത്തോട് റിയാക്ട് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നു, നമ്മൾ എങ്ങനെ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടെ ചുറ്റുമുള്ള ലോകം എപ്പോഴും അതിന് വേണ്ടത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, അവർക്ക് വേണ്ടത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കണമോ എന്നുള്ളതാണ്. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ടച്ച് ചെയ്യാൻ നമ്മൾ അനുവദിക്കണമോ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഒരു ലൈൻ വരയ്ക്കേണ്ടത്. യു ആർ നോട്ട് ഗോയിങ് ടു വിൻ എവ്രിവെയർ. നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യില്ല, എല്ലായിടത്തും നമ്മൾ ജയിക്കില്ല. ബട്ട് യു ക്യാൻ ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്. നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് പറ്റും, നമ്മളെ തന്നെ വാല്യൂ ചെയ്യാൻ നമുക്ക് പറ്റും. ബാക്കിയുള്ളവരുടെ വാലിഡേഷൻ നോക്കുന്നത് നിർത്തിയിട്ട് നമ്മളെ തന്നെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മാറുന്നത് പുറത്തല്ല, ഇറ്റ് ചേഞ്ചസ് ഇൻസൈഡ്. ദ ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഇൻസൈഡ്. നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡാണ് ആദ്യം മാറ്റേണ്ടത്. ടോണി ഡങ്കി പറയുന്നുണ്ട്, ബി പോസിറ്റീവ്. യുവർ മൈൻഡ് ഈസ് മോർ പവർഫുൾ ദാൻ യു തിങ്ക്. വാട്ട് ഈസ് ഡൗൺ ഇൻ ദ വെൽ കംസ് അപ്പ് ഇൻ ദ ബക്കറ്റ്. ഒരു കിണറ്റിൽ നിന്ന് നമ്മൾ കപ്പിയിൽ കോരിയെടുക്കുമ്പോൾ വരുന്നത് ആ കിണറ്റിൻ്റെ ആഴത്തിലുള്ളതാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ പോസിറ്റീവായി വെക്കേണ്ടത്, അവിടെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് വിന്നിങ്, ഹാവ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് എ വിന്നർ. മുഹമ്മദ് അലി പറയുന്നത് ഇതേ കാര്യമാണ്. ടു ബി എ ഗ്രേറ്റ് ചാമ്പ്യൻ യു മസ്റ്റ് ബിലീവ് യു ആർ ദ ബെസ്റ്റ്. നമ്മളെ തന്നെ ചെറുതാക്കി കണ്ടിട്ടും നമ്മളെ തന്നെ ഡൗട്ട് ചെയ്തിട്ടും നമ്മൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. വി ഹാവ് ടു ബിലീവ് ഇൻ അവർ സെൽഫ്, വി ഹാവ് ടു പ്രിപ്പയർ അവർ സെൽഫ്. ചേഞ്ചിങ് യുവർ മൈൻഡ് സെറ്റ് ഈസ് ദ ഗെയിം ചേഞ്ചർ. ഞാനിവിടെ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാനത് പഠിക്കും, ഞാനത് പ്രിപ്പയർ ആവും, ഞാനത് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യും. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. 2 things define you: your patience when you have nothing and your attitude when you have everything. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയും, യുവർ ആറ്റിറ്റ്യൂഡ് ഗെറ്റ്സ് യു എവറിത്തിങ്, യുവർ ആറ്റിറ്റ്യൂഡ് ബ്രിങ്സ് യു എവറിത്തിങ്. നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയാൽ, നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് കമ്പയറിങ്. നോ വൺ ഈസ് തിങ്കിങ് അബൌട്ട് യു. നമ്മളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നിർത്തുക. യു ആർ യു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാം, നിങ്ങളുടെ സ്വന്തം ജീവിതം.